ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരും മില്യൺ ബിസിനസ് ചാനലിലെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ് അടക്കം ഇന്ന് നിഫ്റ്റിയിൽ നമുക്ക് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് കാണാൻ സാധിച്ചത്. നിഫ്റ്റി 50 198 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. 24,378 ക്ലോസ് ചെയ്തു. ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ആണ് പ്രധാനമായിട്ടുള്ള കാരണം. നിഫ്റ്റി ബാങ്കിൽ നിന്ന് 247 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. 57,124 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മിഡ് ക്യാപ് 114 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ആണെന്ന് കാണാൻ സാധിച്ചത്. 60,201 ക്ലോസ് ചെയ്തു. നിഫ്റ്റി സ്മോൾ ക്യാപ് 198 പോയിൻറ്റ്സിൻ്റെ ഉയർച്ച ഉണ്ടായി. 17,840 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യ വിക്സ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 18.30 സെൻസെക്സ് ഇന്ന് 756 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. 78,516 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ DII-FI ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് DII-യും FII-യും നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. DIയുടെ ഭാഗത്ത് നിന്ന് 1048 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് നടന്നത്. FIയുടെ ഭാഗത്ത് നിന്ന് 2078 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് കാണാൻ സാധിച്ചത്. ഇന്ന് സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നിഫ്റ്റി ഓട്ടോ, നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ്, നിഫ്റ്റി ഹെൽത്ത് കെയർ, നിഫ്റ്റി IT എന്നീ സെക്ടേഴ്സ് റെഡിൽ ക്ലോസ് ചെയ്തപ്പോൾ ബാക്കി സ്ക്രീനിൽ കാണുന്ന എല്ലാ സെക്ടേഴ്സും ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. അത് നിഫ്റ്റി IT തന്നെ നല്ലൊരു ഇടിവ് കാണാൻ സാധിച്ചു. 3.89% ഫോള് കണ്ടു. നിഫ്റ്റി ഓട്ടോ എന്ന് 26,450 ക്ലോസ് ചെയ്തപ്പോൾ 174 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി എനർജി 559 പോയിൻറ്റ്സ് കുറഞ്ഞ് 39,896 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 225 പോയിൻറ്റ്സിൻ്റെ കുറവാണ് കാണാൻ സാധിച്ചത്. 26,625 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി FMCG 378 പോയിൻറ്റ്സ് ഉയർന്ന് 51,199 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഹെൽത്ത് കെയർ നിന്ന് 22 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. 14,484 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഇൻഫ്ര 8 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. 9,360 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി IT ഇന്ന് 1232 പോയിൻറ്റ്സ് ഇടിഞ്ഞ് 30,496 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി മീഡിയ 9 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. 1,453 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മെറ്റൽ 57 പോയിൻറ്റ്സിൻ്റെ ഉയർച്ച ഉണ്ടായി. 12,892 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 58 പോയിൻറ്റ്സ് ഉയർന്ന് 11,501 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ഫാർമ 17 പോയിൻറ്റ്സിൻ്റെ ഉയർച്ച ഉണ്ടായി. 22,455 ക്ലോസ് ചെയ്തു. നിഫ്റ്റി PSU ബാങ്ക് 10 പോയിൻറ്റ്സിൻ്റെ ഉയർച്ച ഉണ്ടായി. 9,022 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി റിയാലിറ്റി 4 പോയിൻറ്റ്സിൻ്റെ ഉയർച്ച ഉണ്ടായി. 803 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ആഴ്ചത്തെ നിഫ്റ്റിയുടെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ മൺഡേ 24,364 ക്ലോസ് ചെയ്തു. ട്യൂസ്ഡേ 24,576 ക്ലോസ് ചെയ്തു. വെനസ്ഡേ ഇന്ന് 24,378 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ആഴ്ച ആകെ നിഫ്റ്റിയുടെ ഈ ആഴ്ചത്തെ നോക്കിക്കഴിഞ്ഞാൽ 24 പോയിൻറ്റ്സിൻ്റെ ഉയർച്ച മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. 0.10% റാലി നിഫ്റ്റിയിൽ കാണാൻ സാധിച്ചു. നിഫ്റ്റി 50 ഈ വർഷത്തെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ജാനുവരി 1 26,129 നിഫ്റ്റി ഇന്ന് 24,378 നിൽക്കുമ്പോൾ 6.70% ലോസ് ആണ് നിഫ്റ്റി 50 ഈ വർഷം നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി 50 ലാസ്റ്റ് 12 മന്ത്സിൻ്റെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ 30 ഏപ്രിൽ 2025 24,334 നിഫ്റ്റി ഇന്ന് 24,378 നിൽക്കുമ്പോൾ 0.18% പ്രോഫിറ്റാണ് നിഫ്റ്റി 50 കഴിഞ്ഞ 12 മാസമായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് 1,727 കമ്പനികൾ ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 1,226 കമ്പനികൾ റെഡിലാണ് ക്ലോസ് ചെയ്തത്. ഇന്നത്തെ ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ടാറ്റ കൺസ്യൂമർ 3.20% റാലി നടത്തി. HUL 2.51% റാലി നടത്തി. NTPC 2.32%, ഹിൻഡാൽകോ 1.79%, TMPV 1.67%, ജിയോ ഫിനാൻസ് 1.60%, അദാനി എൻ്റർപ്രൈസ് 1.56%, ഇറ്റേണൽ 1.35%, അൾട്രാടെക് സിമന്റ് 1.28% ആൻഡ് നെസ്ലെ ഇന്ത്യ 1.15% റാലി കാണാൻ സാധിച്ചു. ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞ് HCL ടെക് 10.82% വലിയൊരു ഇടിവ് കണ്ടു. ഇൻഫോസിസ് 3.40% ഫോൾ നടത്തി. M&M 3.01%, TCS 2.76%, ടെക് മഹീന്ദ്ര 2.55%, ബജാജ് ഓട്ടോ 1.95%, HDFC Life 1.65%,
ICICI Bank 1.50%, Max Healthcare 1.46%, HDFC Bank 1.46% ഫോളാണ് കാണാൻ സാധിച്ചത്. ഇതൊരു ബയേഴ്സ് അല്ല റെക്കമെൻഡേഷൻ അല്ല. മറ്റുള്ള ഇവൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നാളെ ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് ഡേറ്റ US എന്ന് 23 ഏപ്രിൽ വരുന്നുണ്ട്. USA തന്നെ നാളെ S&P ഗ്ലോബൽ സർവീസസ് PMI ഡേറ്റ നാളെ വരുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് S&P ഗ്ലോബൽ മാനുഫാക്ചറിംഗ് PMI ഡേറ്റ 23 ഏപ്രിലിന് നാളെ വരുന്നുണ്ട്. ഇതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ് അപ്ഡേറ്റ്സ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സുമായി നാളെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ഓൾ.